നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിലാണെങ്കിലും പ്ലസ് ടുവിലാണെങ്കിലും പഠിക്കുന്ന മെത്തേഡൊക്കെ സെയിം തന്നെയാണ്. ഇനിയിപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളെ +1 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ്, +2 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഞാനിപ്പോൾ ഒരു അഡ്വൈസ് തരാം. ടെക്സ്റ്റ് ബുക്കൊക്കെ നല്ലോണം പഠിച്ചോളി. പഠിക്കുന്ന അന്ന് തന്നെ 1 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും വായിക്കാൻ നോക്കുക. എന്താണോ അന്ന് ക്ലാസ്സിലെടുത്തത് അതൊന്ന് ജസ്റ്റ് പഠിക്കാൻ നോക്കണം. കാരണം ഒരിക്കലും നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് വെറുതെ ആവില്ല. അതിനിപ്പോൾ എക്സാമിന് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങളിനി എഴുതാൻ പോകുന്ന എൻട്രൻസ് എക്സാമുകളും ബാക്കി CUT, NEET, JEE പോലത്തെ എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്കത് എന്തായാലും ഉപകാരപ്പെടും. സോ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഈ ഒരു വീഡിയോയിൽ ചെറിയ കുഞ്ഞു കാര്യങ്ങളായിരിക്കും. എന്തൊക്കെ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ള ചെറിയ കാര്യങ്ങളായിരിക്കും ഞാൻ പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് മാർച്ചിൽ എല്ലാവർക്കും എക്സാമാണ്. CBSEക്കാർക്കാണെങ്കിൽ ഫെബ്രുവരിയിൽ എക്സാം തുടങ്ങാൻ പോവാണ്. അധികം സമയമൊന്നുമില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് പെട്ടെന്ന് സ്പീഡായിട്ട് ഞാൻ പറയുന്ന മെത്തേഡൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്ക്. ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടിയാലോ. പിന്നെ എനിക്ക് 90% പ്ലസ് ഒക്കെ കിട്ടിയത് ഇതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് SSLCയിൽ ഫുൾ A+ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്റ്റേറ്റിലാണ് കേട്ടോ 10ാം ക്ലാസ് പഠിച്ചത്. പ്ലസ് ടുവിലായ സമയത്ത് ഞാൻ CBSE ആയിരുന്നു. അതിലെനിക്ക് 94.5 എന്നുള്ള 94.6% ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അത് ആ ഒരു സമയത്ത് കൊറോണയുടെ സമയത്തൊക്കെ നടന്ന എക്സാം ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് CBSEയിൽ ഞാൻ സ്റ്റേറ്റിലൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മാർക്ക് ഉണ്ടായിരുന്നത്. ആ ടൈമിലും ഞാൻ യൂസ് ചെയ്തിരുന്ന മെത്തേഡ് ഇതാണ്. ഒരു ലാസ്റ്റ് നമ്മളൊരു 1 വീക്കോ അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് നിങ്ങളോട് പറഞ്ഞുതരാൻ പോകുന്നത്. ഹായ്, ഐ എം അഫ്ര. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഒരു 3rd ഇയർ കഴിഞ്ഞ് ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഇപ്പോഴും എൻ്റെ ലൈഫിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സ്റ്റഡി മെത്തേഡ്സാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ താഴത്ത് ചോദിച്ചാൽ മതി, കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അത് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ 2Xലൊക്കെ ഇട്ട് കണ്ടാൽ മതി കേട്ടോ. നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ട. എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് ഇനി അധികം കാലം ബാക്കിയില്ല എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, നിങ്ങൾക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്താണ്, പ്രിയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക് ഏതാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അതിൽ വീക്ക് ടോപ്പിക് ഏതാണ്, സ്ട്രോങ് ടോപ്പിക് ഏതാണ് നിങ്ങൾക്ക് തന്നെ അറിയാൻ മതിയല്ലോ. അപ്പോൾ അത് ആദ്യം എടുക്കുക. അതിൽ നിങ്ങൾ ഫസ്റ്റ് പ്രിയോറിറ്റൈസ് ചെയ്യേണ്ടത് നിങ്ങളെ ഫസ്റ്റ് ടോപ്പിക്സ്. ലൈക്ക് നിങ്ങൾക്ക് എന്താണ് തീരെ അറിയാത്തത്, തീരെ വീക്കായിട്ടുള്ള ടോപ്പിക് ഏതാണ്, അതൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് നിങ്ങളുടെ സിലബസിന് ഇപ്പോൾ നിങ്ങൾ ആദ്യം വീക്ക് ടോപ്പിക് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്നോ നോക്കിയിട്ടൊക്കെ മാറ്റിയെടുക്കുമല്ലോ. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിലബസിന് ഒരു 70% ആയിരിക്കണം. കാരണം 20% എങ്കിലും ബേസ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ട് എന്ന് പറയണം മക്കളെ, ഇല്ല എന്ന് പറയരുത്. 20% ബേസെങ്കിലും നിങ്ങൾക്ക് വേണം. അതിന് പുറമെ ഒരു 70% നിങ്ങൾക്ക് പഠിക്കാൻ തീർക്കാനുള്ള ഒരു ടോപ്പിക്സ് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. ബാക്കി എഴുതി വെക്കുക. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സും എഴുതി വെക്കുക. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. സെപ്പറേറ്റ് യുവർ വീക്ക് ആൻഡ് സ്ട്രോങ് ചാപ്റ്റേഴ്സ്. എന്നിട്ട് വീക്ക് ചാപ്റ്റേഴ്സിന് കുറച്ചും കൂടി ടൈം കൊടുക്കാൻ വേണ്ടി നോക്കുക. കാരണം 2 ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം പോലെ ആയിരിക്കും. പിന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളെ ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ പറയുന്നുണ്ടല്ലോ, സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ മെയിനായിട്ട് എഴുതി വെക്കണം. അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. സെക്കൻഡ് തിങ്, എയിം ഫോർ 100%. നിങ്ങൾക്ക് ചിലപ്പോൾ 90 above മതിയാവും, 80 above മതിയാവും, 85 above മതിയാവും. ബട്ട് സ്റ്റിൽ ഞാൻ പറയാം, 100% വേണ്ടി എയിം ചെയ്യുക. നിങ്ങൾ എയിം ചെയ്യുന്നത് 100% ആണെങ്കിൽ പോലെ നിങ്ങൾ അതിൻ്റെ അടിയിൽ കുറച്ചെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എയിംസിൽ ജോയിൻ ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും 100% എയിം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 95 96 97 എങ്കിലും കിട്ടും. അതാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്. എയിം ഫോർ 100%. എനിക്ക് 100 മാർക്ക് വേണം എന്നുള്ളൊരു രീതിയിലായിരിക്കണം നിങ്ങൾ പഠിക്കുന്നത്. എനിക്ക് 1200 1200 കിട്ടണം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ എയിം. അതാണ് ഏറ്റവും അടിപൊളിയായിട്ട് ഗോൾ സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റ് അല്ല വേണ്ടത്. നിങ്ങളുടെ ഫ്രണ്ടിനേക്കാളും കൂടുതൽ മാർക്ക് വേണം, എനിക്ക് ഓളേക്കാളും കൂടുതൽ മാർക്ക് വേണം, എനിക്ക് എൻ്റെ നെയ്ബറിനേക്കാളും കൂടുതൽ മാർക്ക് വേണം. ആ സംഭവം അല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടുന്നത് സംബന്ധിച്ചാൽ നിങ്ങൾ അടിപൊളിയാവണം. നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് എഴുതാൻ പറ്റണം. നിങ്ങൾക്ക് 100% മാർക്ക് വേണം. നിങ്ങൾക്ക് 100ൽ ഒരു 98 99 100 മാർക്ക് വേണം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഗോള്. മറ്റുള്ളവർ എന്തെങ്കിലും കാട്ടിക്കോട്ടെ. ഓരെല്ലാം നല്ല മാർക്ക് വാങ്ങുന്നുണ്ടാവും, മോളെല്ലാം ഫസ്റ്റ് റാങ്ക് ആയിരിക്കും. പക്ഷെ അത് വിചാരിച്ചിട്ട് ഓളെ തോൽപ്പിച്ചിട്ട് എനിക്ക് ഓളെ മുകളിൽ കയറണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ ആദ്യം മാറ്റിയെടുക്കുക. അത് നിങ്ങളാണ്ട് ഇല്ലാണ്ടാക്കും. നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ്, മോട്ടിവേഷൻ ഒക്കെ ഇല്ലാണ്ടാക്കും. അപ്പോൾ ആദ്യം അതാലോചിക്കുക. നിങ്ങളെ ഫ്രണ്ടിനെ തോൽപ്പിക്കലല്ല നിങ്ങളെ പണി. നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം അതാണ്, എയിം ഫോർ 100% കോമ്പറ്റേറ്റീവ് അല്ലാത്തൊരു മൈൻഡ് സെറ്റ് വെക്കുക. ഇനി മൂന്നാമത് ഞാൻ ചെയ്യുന്ന കാര്യം, ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നതാണ് ഈ ഒരു ഷോർട്ട് ടേം ഇൻസെൻറ്റീവ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഷോർട്ട് ടേം ഹാപ്പിനെസ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നേരം ഫോണിൽ റീൽസ് കാണാം എന്നുള്ളത് എൻ്റെ ഒരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരുക്കൊക്കെ 1 മണിക്കൂർ പഠിക്കാം. ഈ 1 മണിക്കൂർ പൊമഡോറോ വെച്ചിട്ട്, അല്ലെങ്കിൽ പൊമഡോറിൽ 1 മണിക്കൂർ സെറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ പഠിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ബ്രേക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാം. ഇതൊക്കെ എൻ്റെ ഒരു ഷോർട്ട് ടേം ഹാപ്പിനെസ് ആണ്. അപ്പോൾ നിങ്ങളും ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 1/2 മണിക്കൂർ ഗെയിം കളിക്കാം, അല്ലെങ്കിൽ 1 മണിക്കൂർ എനിക്കൊരു സിനിമ കാണാം, ഒരു സീരീസിൻ്റെ ഒരു എപ്പിസോഡ് കാണാം എന്നുള്ളൊരു ഷോർട്ട് ടേം ഹാപ്പിനെസ് നിങ്ങളും കണ്ടെത്താൻ നോക്കുക. അതാവുന്ന സമയത്ത് നിങ്ങൾ പഠിക്കാൻ ഇരുന്നോളും. നിങ്ങൾ പഠിക്കാനിരിക്കും, നിങ്ങൾ അതൊരു മണിക്കൂർ പഠിക്കും, എന്നിട്ട് പിന്നെ ഒരു 1/2 മണിക്കൂർ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കുക. അതാണ് നമ്മൾ പറയുന്നത് ഷോർട്ട് ടേം ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞത്. ട്രൈ ചെയ്ത് നോക്ക്. നല്ല മെത്തേഡ്. അതൊന്നും ഫസ്റ്റ് എനിക്ക് സെറ്റ് ആവുന്നില്ലായിരുന്നു. ഞാൻ വിചാരിക്കും എങ്ങനെ ഒന്നും പഠിച്ചാൽ എനിക്ക് സെറ്റ് ആവില്ല.
പക്ഷേ ഒരു ഗ്രാജ്വലി നമ്മളിങ്ങനെ ചെയ്ത് ഇത് അടിപൊളിയായി ഇപ്പോൾ MBBS എനിക്ക് അത് ഹെൽപ്പ് ആവുന്നുണ്ട്. 4ാമത്തെ കാര്യം കേട്ടോ, ടൈം ടേബിൾ. നിങ്ങൾ കുറേ ടൈം ടേബിൾ ഉണ്ടാക്കുന്നുണ്ടാവില്ലേ, പ്രാക്ടിക്കൽ അല്ലാത്ത ടൈം ടേബിൾ, അൺറിയലിസ്റ്റിക് ടൈം ടേബിൾ. കുറേ പഠിക്കണം. ഒരു ദിവസം നമ്മൾ തീരുമാനിക്കുകയാണ് എനിക്ക് ഇന്ന് 10 മണിക്കൂർ പഠിക്കണം, 11-12 മണിക്കൂർ പഠിക്കണം നിങ്ങൾ തീരുമാനിക്കുകയാണ്, നടക്കൂല മക്കളെ, നടക്കൂല, അങ്ങനെ കഴിയൂല. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കുക. ഇന്നിപ്പോൾ ഒരു ചാപ്റ്റർ 2 ചാപ്റ്ററാണോ തീർക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ ആ 2 ചാപ്റ്റർ മാത്രം തീർത്താൽ മതി. അത് നിങ്ങളെ കൊണ്ട് ഇന്ന് പറ്റുമെങ്കിൽ അത് മതി. അത് നിങ്ങൾ അങ്ങനെ ആലോചിക്കണം, ഓക്കെ ഇന്നിപ്പോൾ എനിക്ക് ഇത്ര ചാപ്റ്ററാണ് തീർക്കാൻ പറ്റും, 2-3 ചാപ്റ്റർ തീർക്കാൻ പറ്റുക. നിങ്ങൾ ആ 3 ചാപ്റ്റർ തീർത്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രൊഡക്റ്റീവ് ഡേ ആയി, ഒരു എഫക്റ്റീവ് ഡേ ആയി. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾസ് ഉണ്ടാക്കണം. വെറുതെ ചവറ് പോലെ ബാക്കിയുള്ളവരത്തെ കണ്ടിട്ട് ഓൾ അത്ര പഠിക്കുന്നുണ്ട്, ഓൾ ഇത്ര പഠിക്കുന്നുണ്ട്, 10-12 മണിക്കൂർ പഠിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒന്നും ചെയ്യരുത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കുക. എനിക്ക് പറ്റുന്നതാണ് ഉണ്ടാക്കൽ, അതുകൊണ്ട് ഞാനത് തീർക്കാറുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രൊഡക്റ്റീവ് ഫീൽ തോന്നാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കുറേ ചാപ്റ്റേഴ്സൊക്കെ ഒരു ദിവസത്തെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് അത് തീർക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിഷമാവും. നിങ്ങൾ എന്നെ പഠിത്തം നിർത്തും, എനിക്കൊരു 80% ഒക്കെ മതി, അല്ലെങ്കിൽ 70%, 60% മതി, ഇത് നിങ്ങൾ തന്നെ താവും. അപ്പോൾ ഒന്ന് ആലോചിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ കഴിവ് അറിയാലോ, നിങ്ങൾക്ക് എത്ര ഗ്രാബ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാലോ, ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് കഴിവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്, റിയലിസ്റ്റിക് ടൈം ടേബിൾ. ഇനി 5ാമത്തെ കാര്യം, രാവിലെ ഒരു ദിവസം എഴുന്നേറ്റിട്ട് നിങ്ങൾ എന്താ ചെയ്യൽ? ഞാൻ ഇപ്പോൾ ചെയ്യലെന്താ വെച്ചാൽ, എക്സാമൊക്കെ ആണെങ്കിൽ ഒരു ഡെയിലി പ്ലാൻ, രാവിലെ എണീറ്റിട്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ജസ്റ്റ് എഴുതി വെക്കും. എൻ്റെ നീറ്റിൻ്റെ സമയത്ത് ഞാൻ എഴുതി വെച്ചത് അതായിരുന്നു. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് പോകുന്നത്. അപ്പോൾ ഡെയിലി ഒരു പ്ലാൻ ഉണ്ടാക്കുക, രാവിലെ എണീറ്റ് എന്തൊക്കെ ചെയ്യണം, ഇന്ന് എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കുക. എന്നിട്ട് അതിങ്ങനെ നമ്മൾ എഴുതി വെച്ച സാധനങ്ങളുണ്ടല്ലോ ഇങ്ങനെ ക്രോസ് ഓഫ് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട ഒരു സുഖം ഉണ്ടല്ലോ. ഇപ്പോൾ വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളത് അച്ചീവ് ചെയ്തിട്ട് അതിങ്ങനെ ക്രോസ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് ക്രോസ് ഔട്ട് ചെയ്യുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ രാവിലെ ഒരു ഡെയിലി പ്ലാൻ ഉണ്ടാക്കുക. രാത്രി ആവുന്ന സമയത്ത് നമ്മളിത് പഠിച്ചെന്ന് പറഞ്ഞാൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ഡേയിലേക്ക് വീണ്ടും നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനിയുള്ള കാര്യമാണ് റിവിഷൻ. റിവിഷൻ 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 എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമായിരിക്കും. നിങ്ങൾ പഠിച്ചത് എന്താണോ അതൊന്നും കൂടെ നിങ്ങൾ വായിച്ച് നോക്കണം എക്സാമിന് പോകുന്നതിന് മുന്നേ. എക്സാമിന് പോകുന്നതിന് മുന്നേ അത് വായിച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അത് ഓർമ്മ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. കുറച്ച് സിലബസേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിക്കുക, MBBSൻ്റെ ഒക്കെ എത്ര വലിയ ബുക്കുണ്ട്, നമ്മളൊന്ന് വായിച്ചാൽ കൂടിയ സാധനം തീരൂല. എന്നാൽ നിങ്ങൾക്ക് ഇത്ര വലിപ്പമുള്ള ബുക്കല്ലേ ഉള്ളൂ, ഒരു സബ്ജക്റ്റ് പറഞ്ഞാൽ ഇത്ര വലിപ്പമല്ല നിങ്ങൾക്കുള്ളൂ. അതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് റിവൈസ് ചെയ്ത് പോയി നോക്കി നല്ല മാർക്ക് കിട്ടും. പഠിച്ചില്ലെങ്കിൽ എവിടെ എത്തൂല. ഞാൻ പറയാലോ, പഠിച്ചില്ലല്ലേ എവിടെ എത്തൂല. എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനിയിപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പെട്ടുപോകട്ടെ, അല്ലെങ്കിൽ കഷ്ടപ്പാടിൻ്റെ സ്ഥലത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പൊന്തി വരാൻ പറ്റും. ഉറപ്പാണ്, അതെനിക്ക് ഉറപ്പാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾക്ക് പൊന്തി വരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യുക. നിങ്ങളൊരു എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്താണോ പഠിച്ചത് അത് ജസ്റ്റ് ഒന്ന് എടുത്ത് റിവൈസ് ചെയ്താൽ അടിപൊളിയാവും, ഉറപ്പാണ്. ഇനിയുള്ളൊരു കാര്യം, ലാസ്റ്റത്തെ ഒരു കാര്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഷോർട്ട് നോട്ട്സ്. നിങ്ങളില്ലേ സ്വന്തം നോട്ട്സ് എഴുതണം കേട്ടോ. വേറെ ആരും നോട്ട്സ് നിങ്ങൾക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഓർക്കല്ലേ നമ്മളൊരു ടോപ്പറിൻ്റെ അടുത്ത് നോട്ട്സ് വാങ്ങുകയാണെന്ന് വെച്ചാൽ, നല്ലൊരു കുട്ടീൻ്റെ അടുത്ത് നോട്ട്സ് വാങ്ങുകയാണ്. ആ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നോട്ട്സ് എഴുതിയിട്ടുണ്ടാവുക. നമ്മളെന്തിനാണ് വെറുതെ ആ കുട്ടീൻ്റെ നോട്ട്സ് കടം വാങ്ങിയിട്ട് എഴുതുന്നത്? നിങ്ങൾക്ക് സ്വന്തം അങ്ങനെ നോട്ട്സ് ഉണ്ടാക്കിയാൽ പോരെ. അപ്പോൾ ചിലവർ പറയും എനിക്ക് നോട്ട്സ് ഉണ്ടാക്കാനുള്ള കഴിവൊന്നുമില്ല, എനിക്ക് എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയില്ല. അതൊക്കെ പഠിക്കല. നമ്മളുണ്ടല്ലോ എല്ലാം ഓരോന്നോരോന്ന് പഠിക്കല. അപ്പോൾ ഞാൻ എഡിറ്റിംഗ് പഠിച്ചത് യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ടാണ്. ഞാൻ CapCutലും VNലും എഡിറ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ് യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ടാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ യൂട്യൂബിൽ റെഫർ ചെയ്തിട്ടുള്ള വീഡിയോസ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. യൂട്യൂബിൽ എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ യൂട്യൂബിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ പഠിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പം നോട്ട്സ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പാടൊക്കെ വെക്കും, കളർ പെന്നൊക്കെ യൂസ് ചെയ്തിട്ട്. ഈ ചെക്കന്മാരാണെങ്കിൽ ചെക്കന്മാർക്കൊക്കെ ഇതുണ്ടാവും, എനിക്ക് കളർ പെന്നൊക്കെ യൂസ് ചെയ്താൽ മടിയാണ്, ഞാൻ ഭയങ്കര ഗേളി ആവുന്നത്. പഠിത്തത്തിൻ്റെ കാര്യം ഗേളി പോയെന്നൊന്നുമില്ല. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ ഉണ്ടാക്കിയുള്ളൂ. സ്വന്തം നോട്ട്സ് ഉണ്ടാക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുക, എന്നാലേ നിങ്ങൾക്ക് ഉപകാരപ്പെടുള്ളൂ. വേറൊരാളുടെ നോട്ട്സ് നമ്മൾ വാങ്ങി വായിക്കുകയാണെങ്കിൽ അയാൾ എങ്ങനെയെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും, മീൻസ് അയാൾ മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതിയിട്ടുണ്ടാവുക. അയാൾ ന്യൂമോണിക്സ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തന്നെ നോട്ട്സ് എഴുതുക. പഠിക്കുന്ന സമയത്ത് തന്നെ നോട്ട്സ് എഴുതി കഴിഞ്ഞാണ്ടല്ലോ അത് ബ്രെയിനിലേക്ക് ഇങ്ങനെ കയറിക്കോളും, നമ്മളറിയാതെ ബ്രെയിനിലേക്ക് കയറിക്കോളും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പൂള്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സാർമാരൊക്കെ ഇട്ടിരുന്നുണ്ടാവില്ലേ, ടീച്ചർമാർ നിങ്ങൾക്ക് കുറേ തരുന്നുണ്ടാവില്ലേ, അതെന്തായാലും റെഫർ ചെയ്തിട്ട് എക്സാം എഴുതാൻ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആവും. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തോളി, നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഇപ്പോൾ പറഞ്ഞ മെത്തേഡ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക, നന്നായിട്ട് പഠിക്കുക. മാത്സൊക്കെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ പ്ലീസ് ന്യൂസ് പ്രിൻറ്റ്, മറ്റേ സാധാ നമ്മുടെ ന്യൂസ് പ്രിൻറ്റ് പേപ്പറില്ലേ അല്ലെങ്കിൽ റഫ് പേപ്പറില്ലേ അതിൽ എഴുതി പഠിക്കണം കേട്ടോ. ഓരോ സാധനങ്ങളും ഇങ്ങനെ എഴുതി പഠിക്കണം. എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിച്ചു പോയാൽ ബുദ്ധിമുട്ടായിരിക്കും എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ആഴ്ച മുന്നെങ്കിലും നിങ്ങൾ തുടങ്ങുക.
ഒരു 2 ആഴ്ച മുന്നെങ്കിലും നിങ്ങൾ പഠിക്കാൻ തുടങ്ങണം. നല്ല മാർക്ക് കിട്ടും കേട്ടോ. ഈ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾ ഡിഗ്രിക്കും ബാക്കിയുള്ള കോളേജസിലൊക്കെ പ്രൊഫഷണൽ കോളേജസിലൊക്കെ ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ടാവുക. അതിനുള്ള എൻട്രൻസ് നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഓൾ ദി ബെസ്റ്റ്. എനിക്കറിയാം നിങ്ങൾക്ക് ഫെബ്രുവരിയിൽ എക്സാമാണ്, മാർച്ചിൽ എക്സാമാണ്. അടിപൊളിയാക്കാം. ഓക്കെ.